ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഷിജീസ് ഡയറിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ? നല്ല ടേസ്റ്റി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ഒരു 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഈ ചിക്കനിൽ ഈ മസാലയെല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തത് ഒരു അരമണിക്കൂർ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഇറച്ചി കഷ്ണങ്ങളിലൊക്കെ മസാല പിടിച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ടാവും. ബട്ടർ ചിക്കന് ആവശ്യമായ ഉള്ളി മീഡിയം സൈസിലുള്ള 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഈ ഉള്ളിയെല്ലാം സ്ക്വയർ ഷേപ്പിൽ ചെറു കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റിയെടുക്കാം. പിന്നീട് ഇതിനാവശ്യമായത് 2 തക്കാളിയാണ്. ആ 2 തക്കാളിയും ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വറക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഈ കഷ്ണങ്ങളെല്ലാം എണ്ണയിലിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. നമ്മുടെ ഗ്രേവിയിൽ പിന്നീട് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ അത് ഹാർഡായിട്ടിരിക്കും. നമ്മൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് വേറൊരു പാൻ എടുത്ത് അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ടു വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഒരു 15 കാഷ്യൂവും കൂടി ഇട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാല ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അല്പം ഗരം മസാല കൂടെ ചേർത്ത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അതും നന്നായി തിളപ്പിക്കുക. ഇതേപോലെ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത്. നന്നായി തിളച്ച് വന്നതിന് ശേഷം 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് തിളപ്പിക്കുക. പിന്നീട് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ബട്ടർ ചിക്കന് നമുക്ക് ഫ്രഷ് ക്രീം ആവശ്യമാണ്. ഞാൻ വീട്ടിൽ എടുത്ത് വെച്ചിരിക്കുന്ന മലായി തന്നെയാണ് എടുത്ത് മിക്സിക്കകത്ത് അടിച്ച് ഫ്രഷ് ക്രീം ഉണ്ടാക്കിയത്. വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ഇപ്പോൾ വലിയൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. അതിനകത്തെ തക്കാളിയുടെ തൊലിയും തക്കാളിയുടെ അരിയൊക്കെ നീക്കം ചെയ്ത് മാറ്റിക്കളയാം. പിന്നീട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ നന്നായി തിളച്ച് വന്നതിന് ശേഷം അല്പം ബട്ടർ കൂടി ചേർത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും ഇട്ടുകൊടുത്ത് നമുക്ക് തിളപ്പിച്ച് എടുക്കാം. ഞാനിടുന്ന റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കൂടി എഴുതി അറിയിക്കണം. ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം 1.5 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ വെന്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബട്ടർ ചിക്കൻ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓൺ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബൈ, സീ യു, ഗോഡ് ബ്ലെസ് യു ഓൾ.